ഇന്നലെ CPM-ന്റെ MLA-ക്കെതിരെയും അതോടൊപ്പം തന്നെ വനിതാ നേതാവിനെതിരെയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവസാനം ആ വനിതാ നേതാവിന് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടി വന്നു. അവർ പറയുന്നത് ഇതിന് പിന്നിൽ കോൺഗ്രസും VD സതീശനുമാണെന്ന്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? തീർച്ചയായിട്ടും ആ ഷൈൻ ടീച്ചർ എന്ന കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് അവർ കേരളത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിലെ അറിയപ്പെടുന്ന ആദരണീയായ നേതാവാണ് അവർ. മനുഷ്യന് ആണും പെണ്ണും തമ്മിൽ സഹകരിക്കുക, സംസാരിക്കുക എന്ന് പറയുന്നതിനെയൊക്കെ വളരെ വഷളായി ചിത്രീകരിക്കുന്ന ഒരാവശ്യം ഈ കോൺഗ്രസ് ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാൻ അവരെ പ്രേരിപ്പിച്ചൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടായി വളരെ വല്ലാതെ കോൺഗ്രസ് പഴുത്ത് ചീഞ്ഞ് നാറിരിക്കുന്ന സമയത്ത് VD സതീശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. എന്താ പറഞ്ഞത്? ഇതിനെ കണ്ട് വലിയ ബോംബ് എൻ്റെ ഇരിക്കുന്നത്, ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. അതിലൊരു ബോംബ് ആദ്യം തന്നെ ചീറ്റിപ്പോയി. BJP-യുടെ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചത് ആദ്യം തന്നെ പടക്കം ഈ നനഞ്ഞ പടക്കമായിപ്പോയി. രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് VD സതീശൻ്റെ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ സൈബർ പോരാളി ഒരു ഗോപാലകൃഷ്ണൻ്റെ ഐഡിയിൽ നിന്നാണ് ഈ അപവാദ തെറിപ്രയോഗം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പിന്നിലെന്ന് ആർക്ക് പറയാൻ കഴിയും? ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ആള് കേരള സമൂഹത്തിൽ മലീമസമാക്കിയ ഒരു വൃത്തികെട്ട കേസ്, അയാൾ കുഴപ്പക്കാരല്ലെന്ന് ഇപ്പൊ കോൺഗ്രസിലെ സൈബർ പോരാളികളിൽ പലരും ഇങ്ങനെ പറയാൻ ശ്രമിക്കുക. അല്ല, പക്ഷെ എല്ലാവരും സൂചിപ്പിക്കുന്ന VD സതീശൻ തള്ളിപ്പറഞ്ഞു എന്നാണ്. VD സതീശൻ തള്ളിപ്പറഞ്ഞത് എപ്പോഴാണെന്ന് നമ്മൾ അറിയണം. VD സതീശനാണ് ഈ ഗൂണ്ടാ സംഘത്തെ കേരളത്തിൽ ഈ അവിഹിത സംഘത്തെ കേരളത്തെ വളർത്തിക്കൊണ്ടുവന്നത്. ആ വളർത്തിക്കൊണ്ട് വന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഇപ്പൊ VD സതീശന് മനസ്സിലായി ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ഒരു ബിംബത്തെ കേരളത്തിലെ മുസ്ലിം വർഗീയവാദികൾ പ്രത്യേകിച്ച് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും സ്പോൺസർ ചെയ്ത് ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിലെ കോൺഗ്രസിൽ സതീശനെ കൂടെ ഹൈജാക്ക് ചെയ്ത് ഷാഫി പറമ്പിൽ വരുമെന്ന് അറിഞ്ഞപ്പോഴാണ് സതീശൻ ഇപ്പൊ കളം മാറ്റിച്ചത്. സതീശൻ ആദർശധീരത കൊണ്ട് ചെയ്തതല്ല, മറ്റേയാളെ ഈ മുസ്ലിം വർഗീയവാദികൾ തീവ്രവാദികൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി ഒട്ടേറെ അടിപൊലികൾ കോൺഗ്രസിനകത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം അത് ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോഴാണ് സതീശന് മനസ്സിലായത് ഇനി നിന്നാൽ അടി തെറ്റി താഴെ വീഴും. അതുകൊണ്ട് സതീശൻ ഇപ്പൊ തള്ളിപ്പറയാം. അല്ലാതെ സതീശൻ ആദർശം കൊണ്ട് തള്ളിപ്പറഞ്ഞല്ല. ആ സതീശന്റെ ഏറ്റവും അടുത്ത ഗോപാലകൃഷ്ണനാണ് ഷൈൻ ടീച്ചർക്കെതിരെ ഈ ഇത്തരത്തിൽ ഒരു വീട്ടിലൊരു എൻ്റെ വീട്ടിൽ MLA വരാൻ്റെ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും വരുന്നു, എൻ്റെ വീട്ടിൽ വനിതാ വരുന്നു, ആ വരുന്ന ആളുകളെല്ലാം കാരണം ഈ ചില നമ്മുടെ നാട്ടുപുറങ്ങളിൽ ചില ആളുകളുണ്ട്, എന്താ അറിയോ, ചില മോശപ്പെട്ട രീതിയിൽ പോകുന്ന സ്ത്രീകൾ മര്യാദയ്ക്ക് നടക്കുന്ന എല്ലാ സ്ത്രീകളെയും ചൂണ്ടിപ്പറയും രാവിലെ കാലത്ത് അവൾ ഒരുങ്ങി പോകുന്ന കണ്ടില്ലേ. അപ്പൊ അവരുടെ അനുഭവം എന്താ? അവരെ പോലെയാണ് മറ്റുള്ളവരെന്ന് ധരിച്ച് ആക്ഷേപം ഉന്നയിക്കുകയാണ്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. VD സതീശനും കോൺഗ്രസും അതിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു അധമനുണ്ടാക്കിയ വല്ലാത്ത ഒരു ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പാർട്ടി അതിൻ്റെ ഏറ്റവും അഗാധതയുടെ പടുകുഴി പോയി കിടക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ മറ്റു പാർട്ടിയിലുള്ള ആളുകളുടെ നേരെ കൂടി ഇതേലത്തെ ചെളിവാരി എറിഞ്ഞാൽ അവരും അതെ സൈബർ പോരാളികൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല, അതൊരു ആരോപണം മാത്രമാണ്. അത്തരം ആരോപണം തന്നെയാണ് CPM-ന് നേർക്കും ഉണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത്. സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കും. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ എന്നൊരു ചെറുപ്പക്കാരി ഇപ്പൊ രാവിലെ എല്ലാ ചാനലുകളിലും കാണാം. എന്താ പറഞ്ഞത്? ഈ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച ആളുകൾ അവർക്കെതിരെ സൈബർ ഇടത്തിൽ കോൺഗ്രസിന്റെ കൂലിപ്പട്ടാളം, ഈ കോൺഗ്രസ്സുകാരൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടവും അതേപോലെ തന്നെ ഷാഫി പറമ്പിലുള്ള ആളുകളടക്കം കൂലിക്കെടുത്ത് വെച്ച് ചെയ്യിക്കുന്ന കുറെ ആളുകൾ, ശമ്പളത്തിന് കൊടുത്ത ആളുകളെ ചെയ്യിക്കുക, അല്ലാതെ ആത്മാർത്ഥമുള്ള കോൺഗ്രസ്സുകാരനാരും ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. കൂലിക്കെടുത്ത് വെച്ച് കുറെ സൈബർ ഗൂണ്ടകൾ അവരാക്രമണം നടത്തുകയാണ്. ആ നീതു വിജയൻ എന്താ എന്ന് പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒട്ടേറെ ആളുകൾക്ക് ഇതൊക്കെ തുറന്നു പറയാൻ ഭയം തോന്നുകയാണ്. അവരെ ഭയപ്പെടുത്തി ശബ്ദമില്ലാതാക്കാനാണ് ഈ സൈബർ ഗുണ്ടകളുടെ ശ്രമം. സൈബർ ഗുണ്ടകൾ എന്ന പേരിൽ അവരുടെ കൂലിക്കുള്ള ആളുകളാണ്, അല്ലാതെ ഏതെങ്കിലും ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരുടെ ഇതിന് പോയിട്ടില്ല. എന്താ അവർ പറയുന്നത്? ആദ്യം അവർ പറഞ്ഞു, ഉമാ തോമസ് പറഞ്ഞു ഇയാള് അന്തസ്സുള്ളവനാണെന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞു. ഉമാ തോമസിനോട് അന്ന് അവർ പറഞ്ഞെന്താ, ഇവളന്ന് അതിന്റെ മോളിൽ നിന്ന് വീണ സമയത്ത് ചത്തുപോയിരുന്നെങ്കിൽ ഇന്ന് CPM അല്ല പറഞ്ഞത്, BJP അല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാരാ പറഞ്ഞത്.
അതേപോലെ തന്നെ KC വേണുഗോപാലിന്റെ ഭാര്യ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള നേതാവല്ലേ, ഒരു പോസ്റ്റ് ഇട്ട് ഇങ്ങനെയുള്ള ആളുകൾ മാറി നിൽക്കുന്നതാണ് ഉചിതം. അവരെ ഒരൊറ്റ രാത്രി കൊണ്ട് അവരെ ആക്ഷേപിച്ച് തകർത്ത് അവർ പോസ്റ്റ് പിൻവലിച്ച് ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞു. ഇതാണ് അതിനകത്ത് സതീശനെ പറ്റി പറയുന്നത്. സതീശൻ, അതേപോലെ തന്നെ കേക്കച്ചൻ, മറ്റേ ആ പരാതിക്കാരി പെൺകുട്ടിയുടെ പിറന്നാളിന് പോയി ഒരു കേക്ക് മുറിച്ചതാ കേക്കച്ചൻ ഒക്കെ ആക്ഷേപിച്ച് വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടൽ ഈ സഭ നടക്കുന്ന സമയത്ത് വരുന്നില്ലെന്ന്. വി.ഡി. സതീശന്റെ തലയ്ക്ക് മോളിൽ കൂടെ കൊണ്ട് കയറ്റി അതിനകത്ത് ഇരുത്തിയേച്ച് ഇറങ്ങി. സതീശനല്ലേ ആക്ഷേപിച്ചത്? സതീശൻ ആത്മാഭിമാനമുള്ളവരാണ്, പിന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കും, ഒരു നിമിഷം ഇരിക്കുമോ? അത്തരത്തിൽ കോൺഗ്രസിനകത്ത് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അധപ്പതനത്തിന്റെ നെല്ലിപ്പിടി കണ്ടു നിൽക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയപ്പോൾ അതിന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള നേതാക്കന്മാർ ഈ അധപ്പതനത്തെ കണക്കറ്റ് അവര് അതിനോട് പരിതപിച്ച് നിൽക്കുകയാണ്. അല്ല, ഇപ്പൊ പറഞ്ഞ പോലെ പക്ഷെ ഈ നേതാക്കളൊന്നും തുറന്നു പറയുന്നില്ല. അവരുടെ ലക്ഷ്യം 2026 അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞ് പ്രതീക്ഷയിലിരിക്കുകയാണ്. പക്ഷെ മൗനത്തിൽ അത് തകർന്നു എന്ന് ഇപ്പൊ കോൺഗ്രസിൽ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം മനസ്സിലായി, സതീശനും മനസ്സിലായി. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ഷാഫി പറമ്പിൽ എന്ന വലിയ സത്യത്തിൽ അധോലോകത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണെന്ന് വേണം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ അധമനെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അയാള് വടകര മത്സരിച്ച സമയത്ത്, ശൈലജ ടീച്ചർക്കെതിരെ മത്സരിച്ച സമയത്ത് എന്തെല്ലാം അപവാദം പറഞ്ഞ ആ ശൈലജ ടീച്ചർ കേരളത്തിലെ ഏത് മനുഷ്യന്റെ ആദരവ് പിടിച്ചു പറ്റാത്ത ആളാണ്. അവർക്കെതിരെ എന്തെല്ലാം അപവാദം ഉണ്ടാക്കിയത്. അത് ഗൾഫിൽ നിന്ന് ഗൾഫിൽ സമ്പത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം മതമൗലികവാദികൾ, തീവ്രവാദ ശക്തികൾ ഈ ഷാഫി പറമ്പിലിന്റെ പുറകിൽ സ്പോൺസർഷിപ്പ് നിൽക്കുകയാണ്. അയാളെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ആ ലക്ഷ്യമാണ് അതിന്റെ പിന്നിൽ. ആ ലക്ഷ്യത്തിന് വേണ്ടി സതീശനെ പോലും ബലി കഴിക്കും എന്ന് സതീശന് തോന്നിയപ്പോഴാണ് സതീശൻ രാഹുലിനെതിരെ തള്ളിപ്പറയും. ഈ ആരോപണം കോൺഗ്രസിന് നേരെ ഉന്നയിക്കുമ്പോൾ അവർ പറയുന്നത് PDP-യുമായി സഖ്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, PDP ഒരു തീവ്രവാദ സംഘടനയായി പറയാൻ കഴിയുമോ? PDP രാജ്യത്ത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടി. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയോ? ഇന്ത്യക്കകത്ത് മുസ്ലിം രാജ്യം വേണമെന്ന് പറയുന്നവനാണ് ജമാഅത്തെ ഇസ്ലാമി. അതേപോലെ തന്നെ PFI, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, കേന്ദ്ര ഗവൺമെന്റ് നിരോധിത സംഘടനയാണ്. മറ്റേതാണോ ഈ രാജ്യത്ത് രജിസ്റ്റേർഡ്? കോൺഗ്രസിന് ആക്ഷേപം പറഞ്ഞ സ്വന്തം മുഖം വികൃതമായപ്പോ ബാക്കി എല്ലായിടത്തോട്ട് ചെളിവാരി എറിയുക, അല്ല വേറെ യാതൊരു കാര്യമില്ല. അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, സൈബർ ആക്രമണം, ഒരു പറ്റം ക്രിമിനലുകൾ അവർ പിടിക്കപ്പെട്ടാൽ ഞങ്ങളെപ്പോലാണ് മറ്റെല്ലാവരും എന്ന് വരുത്തി തീർക്കാനും തങ്ങളുടെ കൂടുതൽ ക്രിയകൾ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി ആളുകളെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി തകർക്കുക. അല്ല, ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കും? ഇതിന്റെ അവസാനം ഈ പറയുന്ന അധമ പണി ചെയ്യുന്ന ആളുകൾ തകർന്ന് തരിപ്പണമായി തറയിൽ വീണ് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അല്ല, ഇതിനെ ഒരു ഭാഗത്ത് പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു വി ഡി സതീശൻ ഇപ്പോഴും പ്രതീക്ഷ ഉണ്ടല്ലോ 100 സീറ്റുമായി അധികാരത്തിൽ. അത് വി ഡി സതീശൻ നേരത്തെ എങ്ങാണ്ട് സ്വപ്നം കണ്ട് വിളിച്ചു പറഞ്ഞതാ, പക്ഷെ പേടിച്ചു പോയി. ഇപ്പൊ വി ഡി സതീശന് തന്നെ പ്രതീക്ഷയില്ല. കോൺഗ്രസിന്റെ ഏത് യോഗം കൂടിയാലും അവിടെ എല്ലാം ഈ ആശങ്ക മുഴച്ചു നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്ക് പോലും ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു. മാത്രമല്ല, എവിടെയാണ് ഈ 100 സീറ്റ് കിട്ടാൻ സാധ്യത? കേരളത്തിൽ എവിടെയാണ് 100 സീറ്റ് കിട്ടാൻ സാധ്യത? അത് വി ഡി സതീശൻ ഇപ്പോ ആ ഉണ്ടായിരുന്ന പ്രതീക്ഷയും കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയവും, അതേപോലെ തന്നെ വയനാട്ടിലെ 2 കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മഹത്യ ചതിയില് ഈ പാർട്ടിക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? വിശ്വാസ്യതയല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. കോൺഗ്രസ് അതെല്ലാം തകർത്തില്ലേ കേരളത്തിൽ? പിന്നെ എങ്ങനെയാണ് അവർക്ക് നിൽക്കാൻ കഴിയുക? അല്ല, അതാണ് ഈ ശൈലജ ടീച്ചറിന്റെ സംഭവത്തിലും ഇത്തരം സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് കൃത്യമായി CPM-ന് ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല, ഭരിക്കുന്ന പാർട്ടിയിൽ. അപ്പോൾ ഇങ്ങനൊരു തുടർച്ചയാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏറ്റവും അവസാന ഘട്ടമായിരിക്കും ഈ ടീച്ചർ. അതെ, CPM അക്കാര്യത്തിൽ ശൈലജ ടീച്ചർക്ക് എതിരെ നടന്ന സൈബർ ആക്രമണത്തെ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അതിന്റെ അന്വേഷണം നടക്കുകയാണ്. അതേപോലെ തന്നെ ഷൈൻ ടീച്ചർ ഇന്ന് അവര് പറഞ്ഞത് നിങ്ങൾ മാന്യമായ, അതാണ് ഒരു വർഷത്തിനിടയിൽ മാന്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഷൈൻ ടീച്ചർ എടുത്ത് അത് പത്രക്കാരി ചോദിച്ചു, ഇങ്ങനെ കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ നേരെ നമുക്ക് തിരിച്ച് ഇതുവരെ ചെയ്ത്. ഞാൻ ആ പണിക്കില്ല, ഞാനെന്നല്ല, എന്റെ പ്രസ്ഥാനം ആ പണി ചെയ്യത്തില്ല. ഞങ്ങൾ അവിടുത്തെ എല്ലാ മേഖലയിലും വനിതകൾ പൊതുരംഗത്തേക്ക് ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്കെല്ലാ സോഷ്യൽ സെക്യൂരിറ്റി സംരക്ഷണം കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പണിയും യൂത്ത് കോൺഗ്രസ് എടുക്കുകയാണല്ലേ? അതാണ് ഉമ്മ തോമസിനെതിരെ കണ്ടത്. അതാണ് അവർക്ക് സ്വന്തം പാർട്ടിയെന്നോ വേറൊരു പാർട്ടിയെന്നോ വ്യത്യാസമില്ല. അവരുടെ അധമ പ്രവർത്തനങ്ങളെ ആരെതിർക്കുന്നോ അവരെ എല്ലാം
ആക്രമിച്ച് തകർക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു പരിശ്രമം അത് അധികം നാൾ നിൽക്കില്ല. കോൺഗ്രസിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം. കോൺഗ്രസ് പഴയ പാരമ്പര്യത്തിൽ നിന്ന് തകർന്നു പോയി മാറി അത് അധപ്പതനത്തിന്റെ പടുകുഴിയിലാണ്. അതിന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് എങ്ങനെയായിരിക്കും ആ മാറ്റം ഉണ്ടായത്? മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ ഇതേപോലെ സതീശനെ പോലെ നിലവാരമില്ലാത്ത നേതാക്കന്മാർ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നപ്പോൾ തുടങ്ങി അധപ്പതനം. അത് കഴിഞ്ഞ് ഷാഫി പറമ്പിലിനെ പോലെ മറ്റൊരു ആളാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ രംഗത്ത് തയ്യാറായി. VT ബൽറാം എന്ന് പറഞ്ഞ വേറൊരാള്. അയാൾ ആരെ പറ്റി എന്താ പറയുന്നത്? വല്ല ബോധമുള്ളവരാണോ? അപ്പൊ ഒരു ധാരണയില്ല. അതാണ് കോൺഗ്രസ്.